നമസ്തേ. ഇന്ന് ഇവിടെ ഒരു കാര്യം, മുടി വളരാൻ വേണ്ടി ഒരു യൂട്യൂബിൽ കണ്ടതാണ്. മുടി വളരാൻ വേണ്ടി ഒരു തരത്തിലുള്ള ഉണ്ട ഉണ്ടാക്കി കഴിച്ചാൽ മുടി നന്നായിട്ട് വളരുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ബദാം, ഇത് മത്തൻ്റെ കുരു, ഇത് സൂര്യകാന്തിയുടെ കുരു, ഇത് ചിയ സീഡ്സ് എന്ന് പറയും, കസ്കസ് എന്നും പറയും തോന്നുന്നതിന്. ആ സാധനമാണ് ഇത്. ഇത് എന്താണ്, എന്തോ ഒരു പേരറിയില്ല, എന്തോ സാധനം. ഇത് എള്ള്, വെളുത്ത എള്ള. ഈ സാധനങ്ങളെല്ലാം വറുത്തിട്ട് പൊടിച്ചിട്ട് ഈ ഈത്തപ്പഴം, ഇത് ഈത്തപ്പഴമാണ് കേട്ടോ. ഈത്തപ്പഴം കൂട്ടിയിട്ട് കുഴച്ച് ഉണ്ടയാക്കിയിട്ട് വെച്ച് എല്ലാ ദിവസവും ഓരോരോ ഉണ്ടകൾ കഴിച്ചാൽ നമ്മളുടെ മുടി നന്നായിട്ട് വളരും, ആരോഗ്യത്തിനും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിനെ കൊണ്ട് ഇത് വറുക്കാൻ പോവാണ് കേട്ടോ. ഓരോ സാധനങ്ങളായിട്ട് വറുത്ത് വെക്കണം. വറുക്കണം വെച്ചാൽ നല്ലോണം വറക്കണ്ട, ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് അതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് പൊടിക്കണം. ഈ ബദാം വറുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ബദാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഇത് മത്തൻ്റെ കുരുവാണ്, ഇത് ഇതിലേക്ക് ഇടുക. ഏകദേശം ഒരു സെയിം വലിപ്പമായതുകൊണ്ട് രണ്ട് ഇതും കൂടി ഒരുമിച്ചാണ് വറക്കാനിടുന്നത് കേട്ടോ. ഇത് സൂര്യകാന്തിയുടെ കുരുവാണ് കേട്ടോ, സൺഫ്ലവറിൻ്റെ സീഡ്സ്. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് വറുത്ത്, നന്നായിട്ട് വറക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പൊടിക്കാൻ പാകത്തിന് ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ മത്തൻ്റെ കുരുവും ഈ സൂര്യകാന്തിൻ്റെ കുരുവും കൂടി വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ആ ബദാമിൻ്റെ കൂടെ തന്നെ ഇതിനെയും ഇടാം. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ. ഇതാണ് എന്ത് ഫ്ലേക്സ് എന്തോ പേരുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് പേര് കിട്ടുന്നില്ല. എന്തോ ഒരു പേരുള്ള സാധനം അത് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ നല്ല രസമുണ്ട് കാണാൻ. അതിലേക്ക് ഈ എള്ള്, വെളുത്ത എള്ള കേട്ടോ, അത് വെളുത്ത എള്ള്. ഇതിൻ്റെ കൂടെ ചിയ സീഡ്സ്, ഈ നാരങ്ങ വെള്ളത്തിലൊക്കെ ഒരു സാധനം കാണാം ഇട്ടിട്ട്, അത് ശരീരത്തിന് വളരെ നല്ലതാണെന്ന് പറയുന്നത്. കാണുമ്പോൾ ഒരു പുഴുവിനെ പോലെയൊക്കെ തോന്നും നമുക്ക്, എന്നാലും അത് നല്ല സാധനമാണെന്ന് പറഞ്ഞത്. ഇത് മൂന്നും കൂടി ഇടുക. എന്നിട്ട് അതും ഇങ്ങനെ ആയി നല്ല ഡിസൈൻ. ഇത് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. ഇത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വറുത്തതായിട്ടുണ്ട്. ഇനി ഇത് നല്ല രസം. കാണാൻ ഭംഗി. 3 എണ്ണം കൂടിയാണ് കേട്ടോ ഇത്. ഈ 3 കൂടി ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അയ്യോ, ഇതിൽ സ്ഥലമില്ല, അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. ഇനി ഇതിനെ കുറച്ച് തണുക്കട്ടെ ഇവിടെ. തണുത്തതിന് ശേഷം നമ്മളിതാ മിക്സിയിലിട്ടിട്ട് ഇത് നന്നായിട്ട് പൊടിക്കണം. പൊടിച്ചതിന് ശേഷം ആ പൊടിയും ഈ ഈത്തപ്പഴം, കുരു കളഞ്ഞിട്ട് ഈ ഈത്തപ്പഴം കൂട്ടിയിട്ട് കുഴച്ച് നല്ല ഉണ്ടകളാക്കണം. അത്രയും നേരത്തേക്ക് ഈ വീഡിയോ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അവസാനം അത് ഉണ്ടയാക്കിയതിന് ശേഷമുള്ള ആ ഉണ്ടകളുടെ ഫോട്ടോ ഞാൻ തമ്പനയിലായിട്ടിടാം. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ ഉണ്ടകളൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ആരോഗ്യവാനും ആരോഗ്യവതികളൊക്കെ ആയിട്ടും നല്ലവണ്ണം മുടിയൊക്കെ വളർന്ന് നല്ല സുന്ദരനും സുന്ദരികളൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണ്. അങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ പോലെ ഉണ്ടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ മുടിയൊക്കെ നല്ല വളർന്ന് നമ്മൾ നല്ല സുന്ദരികളും സുന്ദരന്മാരൊക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. ഞങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അങ്ങനെ സക്സസ് ആവുകയാണെങ്കിൽ ഞങ്ങൾ പറയാം കേട്ടോ. ഓക്കെ.